അസംഭവമല്ലാത്ത ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം. നിങ്ങൾക്ക് കൃത്രിമസന്താന ശാസ്ത്രങ്ങളിലോ അതോ സംഭവിച്ചിട്ടുണ്ടാവണം അഥവാ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വരാഹമീരാചാര്യന്റെ 4-ാമത്തെ അധ്യായം ഈ പ്രമാണത്തോടുകൂടെ അവസാനിക്കുക. ഈ പ്രമാണത്തെ പറ്റി നമ്മൾ കേവലം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ ശ്ലോകത്തിന്റെ ഒരു താത്വികമായ അർത്ഥം എന്താണ്? ഉദയതി മൃദുഭാംശേ സപ്തമസ്തേ ച മന്ദേ യതി ഭവതി നിഷേക സൂതിരബ്ദത്രയേണ. അപ്പോ സൂതി അബ്ദത്രയങ്ങളെ കൊണ്ടാണ് സൂതി എന്ന് വെച്ചാൽ ഗർഭാധാനം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഗർഭാധാനം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞേ പ്രസവിക്കൂ. ഈ വിധി ചന്ദ്രനിൽ നിന്നാണ് എങ്കിൽ, ചന്ദ്രനിൽ ആണ് ആ വിധി എങ്കിൽ ആ വിധിയെ നമുക്ക് പഠിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആധാനം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞാലേ ആ സ്ത്രീ പ്രസവിക്കൂ അല്ലെ? ആധാനം കഴിഞ്ഞ് എന്ന് വെച്ചാൽ ഗർഭാധാനം കഴിഞ്ഞതിന് ശേഷം 12 വർഷം കഴിഞ്ഞാണ്. ഇവിടെ നമ്മൾ ഈ ശ്ലോകത്തിന്റെ ശരിക്കും യഥാർത്ഥമായ അർത്ഥം എന്തെന്ന് നോക്കുമ്പോ ഇങ്ങനെയല്ലേ കിട്ടൂ? അതെ, അത് നമുക്കും ചെയ്യാലോ. യുക്തിവാദികൾ ചെയ്യുന്നത് യുക്തിവാദികൾക്ക് വിട്ടുകൊടുക്കാതെ നമ്മൾക്ക് തന്നെ സ്വീകരിക്കാലോ. എന്തുകൊണ്ട് ഈ അധ്യായം അസംഭവമായിട്ടുള്ള ഇങ്ങനൊരു വിഷയത്തിലൂടെ പറഞ്ഞു? ഇങ്ങനൊരു ഒരു കാര്യം വരും. അപ്പോ അത് അസംഭവം എന്ന് നമ്മൾക്ക് ഒരുപക്ഷെ നമ്മൾക്ക് അങ്ങനെ വിശ്വസിക്കാമെങ്കിലും അസംഭവമല്ലാത്ത ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം. ശാസ്ത്രങ്ങളിലോ ചരിത്രങ്ങളിലോ സംഭവിച്ചിട്ടുണ്ടാവണം അഥവാ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിഷേകം കഴിഞ്ഞിട്ടുള്ള അണ്ഡം എടുത്ത് സൂക്ഷിച്ചു വെച്ച് ഇത്ര കാലം കഴിഞ്ഞ് അതിനെ കൃത്യമായിട്ടും അല്ലേ ഇപ്പോഴും ഈ കാലത്താന്നല്ല പണ്ട് ഒരു ഭരണിയിൽ സൂക്ഷിച്ചിരുന്നു ഈ അണ്ഡം. അന്ന് നമ്മളെ പരിഹസിച്ചു. ഇപ്പൊ അത് ടെസ്റ്റ് ട്യൂബിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഒരു പരിഹാസവും ഇല്ല. കാര്യം മനസ്സിലായില്ലേ? അങ്ങനെ എത്ര കാലം വരെ ഇതിന് സ്വീകരിക്കാം, വളരെ കാലഘട്ടം സ്വീകരിക്കാം എന്നുള്ളതിന്റെ വിധിയായിട്ടാണ് ഏഷവിധി ശശിനി. ഈ വിധി ചന്ദ്രനിലാവട്ടെ അത് ദ്വാദശാബ്ദങ്ങൾ അത്രയും കാലം അതിനെ സംബന്ധിച്ച് സംരക്ഷിക്കാം എന്നുള്ള സാമാന്യ വിധിയായിട്ട് ഈ പ്രമാണത്തെ എടുത്താൽ, ഇങ്ങനെ ഈ അധ്യായം തുടക്കം മുതൽ കുജേന്ദുഹേതു എന്ന് പറയുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ അസംഭവങ്ങൾ അഥവാ ഒരിക്കലും അന്ധവിശ്വാസങ്ങൾ, അസംഭവങ്ങൾ എന്നൊക്കെ പറയാൻ പാകത്തിനുള്ള ചില നിയമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചില നിയമങ്ങൾ ഇന്നത്തെ ആധുനിക ശാസ്ത്രം വന്ന് അവർ പ്രാക്ടിക്കൽ ആക്കിയത് കൊണ്ട് നമുക്കിപ്പോ എന്ത് പറയാം, അവരത് ചെയ്യുന്നുണ്ട്. ആ നിയമത്തിലെ കൊണ്ട് ഇത് സാധുവാണ് എന്ന് പറയും. ഇപ്പോ
ഒരു സ്ഥലത്ത് പറഞ്ഞു വൃശ്ചികേശ ത്രിഭാഗകേ ശുഭൈ സ്വായസ്ഥിതേർജാത സർപ്പഃ. അവിടെ ഗർഭത്തിൽ ജനിക്കുന്നത് സർപ്പമായിരിക്കും. അസംഭവം. അങ്ങനെ സംഭവിക്കില്ല, അങ്ങനെ സംഭവിക്കില്ല എന്ന് നമ്മളും യുക്തിവാദികളുടെ കൂടെ കൂടുകയാണ്, അല്ലെ? ഈ വിശ്വാസികളല്ലാത്തവരുടെ കൂടെ. ഈ വിശ്വാസം എന്നൊന്നും പറയുന്ന വിശ്വാസവും അവിശ്വാസവും ഇവിടെ ഇല്ല. ഇവിടെ ശാസ്ത്രമാണ്. ശാസ്ത്രത്തിന് വിശ്വാസം എന്നുള്ള ഒരു നാമം കൊടുക്കാനേ വയ്യ. യഥാർത്ഥമായതാണ് ശാസ്ത്രം. അത് ഇന്ന കാലഘട്ടത്തിൽ എന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അസംഭവം ആണ് എന്നുള്ളത് കൊണ്ട് അത് സംഭവിക്കില്ല എന്നുണ്ടോ? സംഭവ്യമാണ്. അപ്പോ അതിനുള്ള പ്രമാണങ്ങളും കാര്യങ്ങളും ഒക്കെ പൗരാണിക ശാസ്ത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് ആ ശ്ലോകം പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു സർപ്പത്തിന്റെ ചിന്ത ഏത് സമയത്ത് ചെയ്യണോ നമുക്ക് എളുപ്പമാണ്. കാരണം ജാതകശാസ്ത്രത്തിന്റെ കൂടെ പ്രശ്നശാസ്ത്രവും കൂടിയാണെന്ന് പറഞ്ഞിട്ടാണ് ആചാര്യൻ തുടങ്ങിയിട്ടുള്ളത്. ഇതുകൊണ്ട് കേവലം ജാതകശാസ്ത്രമല്ല, പ്രശ്നവും കൂടെ ഞാൻ കഥിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ആ പ്രാരംഭത്തിൽ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നശാസ്ത്രവും കൂടിയാണ്. അപ്പൊ നാഗക്കാവുകളിലോ ക്ഷേത്രങ്ങളിലെ നാഗപ്രതിഷ്ഠകളെ സംബന്ധിച്ചോ ഒക്കെ ചിന്തിക്കാൻ നമുക്ക് ആ നിയമം കൊണ്ട് സാധിക്കും. പക്ഷേ ഇവിടെ എന്തിലാ പറഞ്ഞത്? നിഷേകത്തിലാണ് പറഞ്ഞത്. നിഷേകത്തിൽ പറയുന്ന സമയത്ത് അവിടെ ആചാര്യൻ കൃത്യമായിട്ടും പറഞ്ഞത്, അതിനെ വ്യാഖ്യാനിച്ചത് തദ്വേഷ്ടിതോ പിവ എന്ന് പറഞ്ഞതില് കഥാചിത് ബദ്ധോ ഭവതി എന്ന് പറഞ്ഞു. ഏതെങ്കിലും കാലത്ത് അയാൾക്ക് ബന്ധനം എന്ന് പറയുന്നത് ഉണ്ടാവാം. അഥവാ അദ്ദേഹം സർപ്പത്തെ പോലെ ക്രൂരചേഷ്ടനാവാം. അഥവാ സർപ്പജന്യമായിട്ടുണ്ടാവുന്ന ദോഷങ്ങളെ കൊണ്ട് അദ്ദേഹത്തിൽ രോഗാദി വിഷയങ്ങൾ സ്പഷ്ടമായിട്ട് വരാം. ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ കണ്ട് ആധുനിക ശാസ്ത്രം എന്ന് കൈകാര്യം ചെയ്യുന്നവര് ഇതിനെ അന്ധവിശ്വാസം ആണ്, അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിയിൽ നമ്മൾ തലതാഴ്ത്തേണ്ടതില്ല. ജന്മനാ സോറിയാസിസോട് കൂടിയിട്ടുള്ള ജനിക്കുന്ന സമയത്ത് തന്നെ അയാൾക്ക് ഇത്തരം തൊലിപ്പുറമുള്ള രോഗങ്ങൾ, സർപ്പജന്യങ്ങളായുള്ള രോഗങ്ങൾ എന്തുകൊണ്ട് ഉണ്ടായി? ഇത് ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് പറയാനുള്ള പ്രമാണമാണ് അത് എന്ന് പറയാൻ ശക്തമാവണം നമ്മുടെ വിശ്വാസമല്ല, യാഥാർത്ഥ്യബോധം, ശാസ്ത്രബോധം. അതിന് നമ്മളെ ശക്തരാക്കുകയാണ് വേണ്ടത്. അതാണ് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പൊ 4-ാം അധ്യായം ഇപ്പൊ കഴിയുന്നതോടുകൂടെ നമ്മൾ ഈ അധ്യായത്തിനെ കൊണ്ട് സാധാരണ നമ്മളെടുത്ത് വരുന്ന വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന, അങ്ങനെ പറയാൻ പാടില്ല, ശാസ്ത്രം ഒരു വിശ്വാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല അത്. അപ്പോ ഇതിന്റെ യാഥാർത്ഥ്യത്തിന്റെ അനുഭവത്തെ, എനിക്ക് ഇതിൽ നിന്നുള്ള അനുഭവം എത്ര കണ്ടുണ്ടാവും എന്ന് പറയുന്നവരോട് നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് എന്താ? അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാം. ഈ അധ്യായം ഇപ്പൊ കഴിയുകയാണ്. അപ്പൊ 4-ാം അധ്യായം കഴിഞ്ഞു. ഇനി നമ്മൾ 5ലേക്ക് ജന്മപ്രകരണത്തിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് നമ്മളുടെ അടുത്ത് വരുന്ന ഒരു ദമ്പതികൾക്ക് ഞാൻ നിഷേക അധ്യായം വ്യക്തമായിട്ടും ധരിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ അവരോട് സന്താനപൂർവം ആയിട്ടുള്ള, സന്താനം ഉൽപാദനത്തിന്റെ പൂർവമാണ് അവർ വരുന്നതെങ്കിൽ എന്ത് മെസ്സേജ് കൊടുക്കണം? സന്താന ശേഷമാണ് അവർ വരുന്നതെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ടും കൊടുക്കാൻ പറ്റിയുള്ള മെസ്സേജുകളെ സംബന്ധിച്ച് ഒന്ന് ചെറിയൊരു അവബോധം ഉണ്ടാക്കി വെക്കുന്നത്. ഒന്നാമത്തത്, സ്വഭാവ സവിശേഷതകളെ പറ്റി പറയുന്ന ധാരാളം യോഗങ്ങൾ നമ്മൾ കണ്ടു. അത് ക്ലീബത്വം എന്നും ക്ലീബയോഗം എന്നും ഡ്യുവൽ പേഴ്സണാലിറ്റി, വിവിധങ്ങളായിട്ടുണ്ടാവുന്ന വ്യക്തിത്വങ്ങൾ എന്നും ഒക്കെ പറയുന്ന സ്വഭാവത്തിന്റെ സവിശേഷതകൾ നമ്മൾ കണ്ടു. ഒരു ഗർഭപാത്രത്തിൽ അനവധി സന്താനം ഉണ്ടാവുക എന്ന് പറയുന്ന ലക്ഷണങ്ങളും
ധനുർധരസ്യ അന്ത്യഗതേ വിലഗ്നേ എന്നുള്ള പ്രമാണത്തിൽ പഠിച്ചു. നാപുംസക യോഗങ്ങൾ തന്നെ പഠിച്ചു. ആ നാപുംസക യോഗങ്ങൾ മനഃശാസ്ത്രപരമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിനെ ബാധിക്കുന്ന യോഗങ്ങൾ നമ്മൾ പഠിച്ചു. അതും കഴിഞ്ഞതിന് ശേഷം ഈ തരത്തിലുണ്ടാവുന്ന തൊലിപ്പുറമെ ഉണ്ടാവുന്ന സോറിയാസിസ് പോലെ ഉണ്ടാവുന്ന രോഗങ്ങളുടെ വിഷയങ്ങൾ ധാരാളം പഠിച്ചു. അതിനുശേഷം എന്ത് പറഞ്ഞു? ശാരീരിക വൈകല്യങ്ങളെ കുബ്ജസ്വക്ഷേ പങ്കുർമീനെ, അയാൾ ജന്മനാ മുടന്തനായിട്ട് ജനിക്കും, അത്തരത്തിലുള്ള യോഗങ്ങൾ പഠിച്ചു. ഇത്തരത്തിലുള്ള യോഗങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് അതിന്റെ കാലത്തിലേക്ക് എങ്ങനെയാണ് അതിന്റെ കാലനിർണയം വേണ്ടത് എന്നുള്ളതിനെ പറ്റി അവസാനത്തിൽ നമ്മൾ ചെയ്യുക. അപ്പൊ ഈ കാലഘട്ടം ഈ ദമ്പതികൾക്ക് സന്താനയോഗ്യമായ കാലഘട്ടമല്ല എന്ന് ജാതകം, സ്ത്രീ പുരുഷന്മാരുടെ ജാതകം വരുവാണെങ്കിൽ ആ കാലം 3 വർഷം കഴിഞ്ഞിട്ട് ആധാരം മതി. അഥവാ ഇപ്പൊ ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട്, ഇനി അടുത്ത കുട്ടി ഏത് സമയത്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ ജാതകം നോക്കിയിട്ട് ജാതകപ്രകാരം അവർക്ക് കൃത്യമായിട്ടും ഏറ്റവും ദശാകാലഘട്ടവും അപഹാര കാലഘട്ടവും ഒക്കെ കൃത്യമായിട്ടും നല്ലൊരു കാലം വരുമ്പോ മതി എന്ന് നമുക്ക് നിർദ്ദേശിക്കാം. അതിന്റെ അവധി എത്രയുണ്ട്? 12 വർഷം വരെ ആവാം. ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായിട്ട് ഈ കുട്ടിയും അടുത്ത കുട്ടിയും തമ്മിലുള്ള ജന്മത്തിന്റെ കാലത്തിന്റെ പ്രായത്തിന്റെ അവധി 12 വർഷം വരെ ആവാം എന്ന് പറയാനും നമ്മൾക്ക് ശക്തമാണ് ഈ പ്രമാണം. ഇങ്ങനെ പറയുന്ന സമയത്ത് മറ്റൊരു വിഷയവും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ഇപ്പോഴായാൽ ഈ സമയത്ത് തന്നെ ഞങ്ങൾക്കായാൽ എന്താണ് ദോഷം? അപ്പോഴ് ആ സമയത്തിലെ ഗ്രഹസ്ഥിതി, അവരുടെ ജാതകത്തിൽ ആ സമയത്തുണ്ടാവുന്ന അവരുടെ ഗ്രഹസ്ഥിതി, ആ ഗ്രഹസ്ഥിതി പ്രകാരം അവരുടെ ദശയാവട്ടെ അപഹാര കാലഘട്ടങ്ങളാവട്ടെ, ആ കാലഘട്ടത്തിൽ അവർക്ക് സിദ്ധിക്കുന്ന അഥവാ അവർക്ക് ജനിക്കുന്ന സന്താനത്തിൽ അവർക്ക് കിട്ടേണ്ടതായ ഗുണങ്ങൾ കുറയും എന്നാണല്ലോ. ഈ ദശാകാലഘട്ടത്തിൽ ഒരു ബിസിനസ് ചെയ്താൽ വേണ്ട സമ്പത്ത് ഉണ്ടാവില്ല, കുടുംബജനങ്ങളിൽ നിന്ന് ഇഷ്ടം കുറയും, ഇങ്ങനെയുള്ള ദോഷഫലങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ജനിക്കുന്ന സന്താനത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഗുണവും കുറയും. അപ്പോഴാണ് ജാതകത്തിലെ സമയം ആധാനത്തിന് അഥവാ സന്താന ജനനത്തിന് മുഖ്യമാണ് എന്ന് നമ്മൾക്ക് കൃത്യമായിട്ടും ദമ്പതികളെ പറഞ്ഞ് ബോധവൽക്കരിക്കാം. കാര്യം വ്യക്തമായല്ലോ അത്. അപ്പൊ നിങ്ങളുടെ ജാതക പ്രകാരം ഈ സമയത്ത് ഒരു ജനിക്കുന്ന സന്താനത്തിൽ വരുന്ന ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടുള്ള വൈകല്യങ്ങളെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയം ഇതാ അടുത്ത ദശാകാലഘട്ടത്തിൽ വരുന്നു എന്ന് കൃത്യമായിട്ട് നമ്മൾക്ക് ഇനിയിപ്പോ അല്ല. ഇപ്പൊ എഡ്യൂക്കേഷൻ ആണ് അവർക്ക്, സ്ത്രീ പുരുഷന്മാർക്ക് ഇപ്പം അവര് PGയോ PhDയോ ഒക്കെ ചെയ്യുന്ന പ്രായമാണെന്ന് വെക്കുക. അവര് പറയാണ് ഒരു 4 വർഷം കൂടെ കഴിഞ്ഞിട്ട് മതി ഞങ്ങൾക്ക് സന്താനം എന്ന് പറയുമ്പോഴും അവർക്ക് ഇപ്പോഴാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദശാകാലം എങ്കിൽ അവരോട് പറയേണ്ടത് എന്താണ്? എഡ്യൂക്കേഷൻ ഇനിയും സമയമുണ്ട്, നല്ലൊരു സന്താനത്തെ സൃഷ്ടിക്കാൻ ഉചിതമായ കാലം ഇതാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം. എന്തുകൊണ്ട്? 4ാം അധ്യായം നമ്മുടെ കയ്യിലുണ്ട്. അതിലുള്ള ശാരീരിക മാനസിക വൈകല്യങ്ങളുടെ വ്യക്തമായ കാര്യം നമ്മൾ ബോധിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അതിൽ ഫുൾഫില്ലാണ്. അവിടെയാണ് നമ്മളുടെ ശാസ്ത്രത്തിന്റെ പ്രായോഗികതയെ, ആധുനിക ലോകത്തിന് അതിന്റെ പ്രായോഗികതയെ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കി കൊടുക്കാനുള്ള കാര്യം ഈ സമയത്താണ്. രണ്ടാമതായിട്ട് ആ വ്യക്തികളുടെ ജാതകത്തിലോ സ്ത്രീയുടെയോ പുരുഷന്റെയോ ജാതകത്തിൽ ദശയ്ക്കോ അപഹാരത്തിനോ ഇങ്ങനെയൊരു ദോഷം ഉണ്ടെന്ന് വെക്കുക. ആ സമയത്തും സന്താനം വേണം എന്നുള്ള ഒരു നിർബന്ധ കാര്യമാണ് എങ്കിലോ
നമ്മൾക്ക് ഏത് മാർഗമുണ്ട് പിന്നെ പറഞ്ഞു കൊടുക്കാൻ, ഉപദേശിക്കാൻ? പിന്നെയുണ്ട് നമുക്ക് മറ്റൊരു മാർഗവും കൂടെ. അതാണ് മുഹൂർത്തം. ആ മുഹൂർത്തത്തെ പറ്റി ഓരോ ജ്യോത്സ്യനും അതില് നമ്മൾക്ക് എത്ര അവകാശം നിന്നു? നിഷേകത്തിന്റെ മുഹൂർത്തത്തിൽ നമ്മൾക്ക് എത്ര അവകാശം നിന്നു? 16 നക്ഷത്രങ്ങൾക്ക് പുറമെ 2 നക്ഷത്രങ്ങളെയും കൂടി പറഞ്ഞു. ആ മകവും മൂലവും കൂടെ നമുക്ക് സ്വാതന്ത്ര്യം തന്നു. അതില് ഈ 4ാമത്തെ രാത്രി എന്ന് പറയുന്ന ഒക്കെ വിട്ടേക്കാം. 16 നക്ഷത്രങ്ങൾക്ക് അന്നഭങ്ങളായിട്ടുള്ള 16 ഊണ് കൊടുക്കാൻ പറ്റുന്നതായ 16 നക്ഷത്രങ്ങൾക്ക് പുറമെ മകവും മൂലം നക്ഷത്രവും കൂടെ ഈ ഇതിന്റെ ജന്മത്തിന് ശ്രേഷ്ഠമാണെന്ന് പറയുമ്പോ അത്രയും സ്വാതന്ത്ര്യം തന്നു. അതിൽ പറയപ്പെട്ടിട്ടുള്ള മുഹൂർത്തത്തിനനുസരിച്ച് ആ സ്ത്രീ പുരുഷന്മാരുടെ ജന്മനക്ഷത്രം അല്ലാത്ത കൃത്യമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള നക്ഷത്രങ്ങളെ അവർക്ക് കൃത്യമായിട്ടൊരു മുഹൂർത്ത ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സന്താനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളെ നമ്മൾ അങ്ങടേക്ക് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ വൈകല്യങ്ങളും രോഗദുരിതങ്ങളും കഷ്ടതകളും നിറഞ്ഞ കുടുംബ ജീവിതത്തെ നമുക്ക് സാവധാനം ശമിപ്പിക്കാം. അപ്പോഴും വരും യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മൾക്കെതിരെ അപ്പോഴും ഉണ്ടാവും. അവരോട് നമുക്ക് ചോദിക്കാം. എന്ത് ചോദിക്കാം? ദിനരാത്രങ്ങൾ രാത്രിയും പകലും ഉണ്ടാവാൻ ഭൂമിയുടെ സൂര്യനോടുള്ള ആഭിമുഖ്യമല്ലേ കാര്യം? ഭൂമിക്ക് സൂര്യനോടുള്ള ആഭിമുഖ്യമല്ലേ ദിനരാത്രത്തിന് കാരണം? ചന്ദ്രന് ഭൂമിയോടുള്ള ആഭിമുഖ്യമല്ലേ വലിയ ഇറക്കങ്ങൾക്ക് കാരണം? അതിൽ നിന്നുണ്ടാവുന്ന ഭേദമല്ലേ ഋതുഭേദങ്ങള്, 6 ഋതുക്കളായിട്ട് മാറുന്നത്? ഇതൊക്കെ ഇവര് വിചാരിച്ച പോലെ ഭൂമി ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണോ? കൃത്യമായിട്ടും മറ്റ് ഗ്രഹങ്ങളുടെ അപേക്ഷ കൂടെ ഉണ്ട്. ചന്ദ്രനും സൂര്യനും അതിൽ പ്രാധാന്യം ഉണ്ടെന്ന് മാത്രം. അപ്പൊ ഋതുഭേദങ്ങൾ വരുന്നു, മാസങ്ങൾ വരുന്നു, ദിവസങ്ങൾക്ക് അവരും ഈ ലോകവും മുഴുവനും ഏത് നാട്ടിൽ പോയാലും പോലെ സൺഡേ. ആര് പറഞ്ഞു അവരോട് സൺഡേ എന്ന് പറയാൻ? എന്തിന് ഈ ദിവസത്തെ സൂര്യവാരം എന്ന് വിളിച്ചു? അതെന്തിനും ഫോളോ ചെയ്യുന്നു അവര്. ആധുനികമായിട്ടുള്ള ഇവര് ഇത് അന്ധവിശ്വാസമാണെന്ന് പറയുന്നവര് എന്തിന് ഇത് ഫോളോ ചെയ്യുന്നു? ഇന്ന് മൂൺ ഡേ ആണ്, മൺഡേ, മൂൺ ഡേ. എന്തിന് ഈ ഗ്രഹങ്ങളുടെ അപേക്ഷ ദിവസത്തിന് കൊടുത്തു? അത് പണ്ടാരോ അങ്ങനെ ചെയ്തു, അത് ഞങ്ങൾ എന്തിനു ഫോളോ ചെയ്യുന്നു? പുതിയ ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ സൂര്യവാരത്തിൽ സൂര്യന്റെ ആധിപത്യം കൃത്യമായിട്ടുണ്ട് എന്ന് ജ്യോതിശാസ്ത്രത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു കൊടുക്കാം. ചന്ദ്രവാരത്തിൽ ചന്ദ്രന്റെ പ്രാധാന്യം കൃത്യമായിട്ടുണ്ടെന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കാം. ഇങ്ങനെ കാലവർഷത്തെ സംബന്ധിച്ചും അതിവർഷത്തെ സംബന്ധിച്ചും അനാവർഷത്തെ സംബന്ധിച്ചും വൃഷ്ടി പ്രദേശങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഉണർന്നാൽ നമ്മൾക്ക് കൃത്യമായൊരു ഗവേഷണ നിരീക്ഷണാദി വിഷയങ്ങളിലൂടെ നമ്മൾ കൃത്യമായിട്ടും ലോകത്തെ ഒന്ന് ഉദ്ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ദുരന്തങ്ങളിനൊക്കെ നമുക്ക് ഒരു പിടിയെങ്കിലും ശമിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ടും സമൂഹത്തിൽ സൽസന്താനങ്ങളുടെ സൃഷ്ടിക്കുള്ള മാർഗദർശികളായിട്ട് ജ്യോതിഷത്തിന് മാറാനുള്ള സാധ്യത വളരെയധികം സൂക്ഷ്മമായ രൂപത്തിൽ ഉറപ്പിക്കുകയാണ് ഈ ഏറ്റവും അവസാനത്തെ പ്രമാണം കൊണ്ട്. കേവലം ഇത് ഗർഭാധാനം കഴിഞ്ഞ് 9ാമത്തെ മാസത്തിൽ പ്രസവിക്കുന്നവർക്ക് ആദ്യം പറഞ്ഞെങ്കിലും അതല്ല, അത് സൂക്ഷിച്ചു വെക്കേണ്ടതാണെങ്കിൽ സൂക്ഷിച്ചു വെച്ചോളൂ. അഥവാ ആദ്യ പ്രസവം കഴിഞ്ഞിട്ട് അടുത്ത പ്രസവത്തിന് എത്ര കാലം വൈകണം വെച്ചാൽ അങ്ങനെ ആയിക്കോളൂ. അല്ല, കുറച്ചുകൂടെ എല്ലാം മാച്ച് ചെയ്യും. ഒരു കുട്ടി ജനിച്ചതിന് ശേഷം 12 വർഷങ്ങൾക്ക് ശേഷം ജനിച്ചത് 3 വർഷങ്ങൾക്ക് ശേഷം ഉണ്ട്. അപ്പൊ അത്
പെർഫെക്റ്റ് ആവും, അതും പെർഫെക്റ്റ് ആവും. ഇപ്പൊ ഇത്ര വർഷം സൂക്ഷിച്ചോളൂ എന്ന് പറയുന്നതുകൊണ്ട് അതും ഭാവിയിൽ പെർഫെക്റ്റ് ആവും. മനുഷ്യരാശിയോടുള്ള ഉത്തരവാദിത്വമാണ്. അതാണ് ആ കാലഘട്ടങ്ങളിൽ അവര് കണ്ടു. ഇന്നത്തെ ഈ ആധുനികമായിട്ടുള്ള അണ്ഡചികിത്സ മുതലായി IVF മുതലായിട്ടുണ്ടാവുന്ന ചികിത്സാ രീതികൾ അവര് കണ്ടു എന്നുള്ളതാണ് അത്ഭുതം. എങ്ങനെ സാധിച്ചു? പണ്ട് നടന്നിരുന്നു. അങ്ങനെ നമ്മൾ അഹങ്കരിക്കണ്ട, അതിൽ അഹങ്കരിക്കണ്ട. ഉണ്ടാവില്ല എന്നുള്ള പേടി വേണ്ട. നിങ്ങൾക്ക് കൃത്രിമ സന്താന സാധ്യതയെ, അത് സന്താനത്തെ ദത്തെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അണ്ടത്തിൽ തന്നെ ജനിക്കാനുള്ള സാധ്യതകളെ അതിനെ കാത്തിരിക്കാം, ഇത്ര വർഷം കാത്തിരിക്കാം എന്ന് പറഞ്ഞു. ഇനിയിപ്പം ഈ അന്യദേശത്തൊക്കെ ആണ് ഭർത്താവ്, സ്ത്രീയുടെ ഇപ്പൊ ഏറ്റവും യോഗ്യമായ കാലഘട്ടമാണെങ്കിൽ ഇപ്പൊ എടുത്ത് സൂക്ഷിച്ചോളൂ. അദ്ദേഹം വരുന്ന സമയത്ത് ഈ തരത്തിലുള്ള ആധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളോട് ഇത് രമിച്ച് സമരസപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിന് ഏറ്റവും ഗുണപ്രദമായി തീരും എന്നതാണ് ഇതിന്റെ ആധുനികമായിട്ടുള്ള വ്യാഖ്യാനം. ഞാൻ പറയുന്നത് ഇങ്ങനെയാണോ ഇതിന്റെ വ്യാഖ്യാനം എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. അല്ലാതെ ഈ കാലഘട്ടത്തിലേക്ക് എങ്ങനെ ഇത്ര പ്രസക്തമായി? വരാഹമിഹിരാചാര്യൻ ഈ ഗ്രന്ഥം എഴുതുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അനവധി കാലഘട്ടങ്ങളിൽ ഇത്തരം നിയമങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് ഈ കാലഘട്ടത്തിൽ ഇത് വളരെ പ്രസക്തമായിരിക്കുകയാണ്.